ഹായ് എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് വന്നിരിക്കുന്നത് പുതിയൊരു സ്മാർട്ട് ഫോണിൻ്റെ റിവ്യൂ ആയിട്ടാണ്. ഇതെന്ന് പറയുമ്പോൾ AI+ എന്ന് പറയുന്ന ഒരു ബ്രാൻഡിൻ്റെ പൾസ് എന്ന് പറയുന്ന മോഡലാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത ഞാൻ പറയാം. ഇതൊരു പുതിയൊരു ബ്രാൻഡാണ്. അപ്പം ഇത് ഇവിടെ കാണാം 4GB 64GB സ്റ്റോറേജ് ഒക്കെയാണ് കേട്ടോ വന്നേക്കുന്നത്. അപ്പോൾ നമുക്കിതൊന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം. ഇങ്ങനെയാണ് വന്നേക്കുന്നത്. കൊള്ളാം. ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുമ്പോൾ ഇതിൻ്റെ പ്രൈസാണ്. അപ്പോൾ ഇത് ഒരു 4G ഫോണാണ്. നമുക്കിത് ഓപ്പൺ ചെയ്ത് നോക്കാം കേട്ടോ. ഇങ്ങനെയാണ് ഓപ്പൺ ചെയ്യുമ്പോൾ വരുന്നത്. സംഭവം സ്മാർട്ട് ഫോണുണ്ട്. നമുക്കിത് മാറ്റി വയ്ക്കാം. അപ്പോൾ നമുക്കിതിൻ്റെ ഉള്ളിൽ എന്താണെന്ന് നോക്കാം. ഓക്കെ നല്ലൊരു സിലിക്കോൺ കവറുണ്ട് കേട്ടോ. പിന്നെ യൂസർ മാനുവലുണ്ട്. പിന്നെ ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ചാർജർ ഉണ്ട്. അപ്പോൾ ഇതാണ് ചാർജറുണ്ട്, കേബിളുണ്ട്. ഇത് 18 വോൾട്ടിൻ്റെ ചാർജറാണ് കേട്ടോ. കണ്ടോ, കൊള്ളാം. വേറെ ഒന്നുമില്ല, അത്രയും തന്നെ. അപ്പോൾ നമുക്ക് ഫോണ് നോക്കാം. ഫോണെന്ന് പറയുമ്പോൾ എങ്ങനെയാണ് വരുന്നത്, നമുക്കിത് ഓണാക്കി നോക്കാം. ഞാൻ നേരത്തെ ഒന്ന് ഓണാക്കിയായിരുന്നു. AI+ എന്നൊക്കെ പറയുന്ന അവരുടെ ബ്രാൻഡ്. പിന്നെ പവേർഡ് ബൈ ആൻഡ്രോയിഡ് ലേറ്റസ്റ്റ് വെർഷനാണ് കേട്ടോ വരുന്നത്. ആൻഡ്രോയിഡിൻ്റെ 15 വരുന്നത്. NXTQ. വളരെ ഞാൻ എടുത്തിരിക്കുന്നത് പർപ്പിൾ കളറാണ് കേട്ടോ. വളരെ സ്റ്റൈലിഷായ ഒരു ഫോണാണ്. അപ്പോൾ ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ബാക്കി ഫീച്ചേഴ്സ് കാര്യങ്ങളൊക്കെ പറയാം. ഇത് 50 മെഗാ ക്യാമറയാണ് ഇതിൽ വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ഫ്രണ്ട് ക്യാമറ വന്നിട്ട് 5 മെഗാ കുഴപ്പമില്ല. പിന്നെ ഫിംഗർ പ്രിൻറ്റ് സെൻസറും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ അത് ഭയങ്കര വർക്കിംഗ് ആണെന്നൊന്നും പറയാൻ പറ്റത്തില്ല. ഇടയ്ക്കൊക്കെ വർക്കാവാതിരിക്കും. അപ്പോൾ ഇതിൽ ഫിംഗർ പ്രിൻറ്റ് സെൻസറൊക്കെ ഉണ്ട്, വലിയ കുഴപ്പമില്ല. പിന്നെ ഇതിൽ വേറെ അഡീഷണൽ ആയിട്ടുള്ള വേസ്റ്റ് ആയിട്ടുള്ള ആപ്പും കാര്യങ്ങളൊന്നുമില്ല. അത് വലിയൊരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയത്. ഇതൊരു ഇന്ത്യൻ ബ്രാൻഡാണ് എങ്കിൽ പോലും ഇവിടെ അസംബിൾ ചെയ്യുന്നതാണ്, ഇന്ത്യയിൽ അസംബിൾ ചെയ്യുന്നതാണ്. പൂർണ്ണമായിട്ട് ഇന്ത്യൻ ആണെന്ന് പറയാൻ പറ്റത്തില്ല. പിന്നെ ഇതിൻ്റെ ക്യാമറ ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ അത്യാവശ്യം കൊള്ളാം എന്നൊക്കെ പറയാം ഈ വിലയ്ക്ക്. അപ്പോൾ ഞാൻ ഇതിൻ്റെ വില എത്രയാണെന്ന് പറയാം. ഇതിൻ്റെ വില വരുന്നത് 4,999 രൂപ ആണ്. ഒരു 4G ഫോൺ 4,999 രൂപയ്ക്ക് ഒരു 4G ഫോൺ നോക്കുന്നവർക്ക് ബെസ്റ്റ് ഓപ്ഷനാണ് കേട്ടോ. ഭയങ്കര സെറ്റപ്പ് ക്യാമറ കാര്യങ്ങളൊന്നും നമുക്കത് പറയാൻ പറ്റത്തില്ല. എന്നാലും അത്യാവശ്യം കുഴപ്പമില്ല. ഈ വിലയ്ക്ക് 4,999 രൂപയ്ക്ക് അത്യാവശ്യം കുഴപ്പമില്ല. ഈ സ്വിച്ച് ഫോണൊക്കെ ഉപയോഗിച്ചിട്ട് അതിൽ നിന്നൊരു മാറ്റം വേണമെന്ന് തോന്നുന്നവർക്ക് നമുക്ക് സജസ്റ്റ് ചെയ്യാൻ പറ്റിയൊരു ഫോണാണ് കേട്ടോ. പിന്നെ 2G ഒക്കെ ഉപയോഗിച്ചിട്ട് 4Gയിലേക്കൊക്കെ മാറണം, പിന്നെ അതല്ല ഒരു ബാക്കപ്പ് ഫോൺ വേണം എന്നൊക്കെ ഉള്ളവർക്ക് നല്ലൊരു ഓപ്ഷനാണ് കേട്ടോ. ഇതിൻ്റെ ബാക്ക് സൈഡ് വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ. കൊള്ളാം, നല്ല സ്റ്റൈലിഷ് ആയിട്ടുള്ളൊരു ഫോൺ തന്നെയാണ്. അപ്പോൾ ഇതിൻ്റെ സ്പെക്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ 50 മെഗാ കേട്ടോ ബാക്ക് ക്യാമറ വരുന്നത്. ഫ്രണ്ട് ക്യാമറ വന്നിട്ട് 5 മെഗാ ഡിസ്പ്ലേ വന്നിട്ട് 6.745 ഇഞ്ച് HD+, 90 Hz റിഫ്രഷ് റേറ്റോട് കൂടിയായിട്ടാണ് കേട്ടോ ഇതിൻ്റെ ഡിസ്പ്ലേ വരുന്നത്. 5000 mAh ബാറ്ററി ഉണ്ട്. പിന്നെ 1 ഇയർ വാറൻറ്റി ഉണ്ട്. പിന്നെ റിസൊല്യൂഷൻ വന്നിട്ട് 1200x720 റെസൊല്യൂഷനാണ് കേട്ടോ. HD+ ആണ്. ഈ വിലയ്ക്ക് എന്തായാലും AMOLED ഡിസ്പ്ലേ ഒന്നും നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റത്തില്ലല്ലോ.
ഈ വിലയ്ക്കുള്ള എല്ലാ സംഭവങ്ങളും ഉണ്ട്. പിന്നെ FM റേഡിയോ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഒരു 2G ഫോണിൽ നിന്നും ഒരു 4G ഫോണിലേക്ക് അപ്ഗ്രേഡ് ചെയ്യണം എന്നാഗ്രഹിക്കുന്നവർക്ക് ഒരു ബഡ്ജറ്റ് ഫോണായിട്ടാണ് എനിക്ക് തോന്നിയത് കേട്ടോ. പിന്നെ എൻ്റെ ക്യാമറ ക്വാളിറ്റിയൊക്കെ ഇതൊക്കെയാണ് കേട്ടോ. ഭയങ്കര ക്യാമറ ക്വാളിറ്റിയും കാര്യങ്ങളൊന്നുമില്ല. ഫോട്ടോ എടുത്താൽ തന്നെ പ്രോസസ്സ് ചെയ്യാൻ ഒരല്പം സമയം എടുക്കുന്നുണ്ട് കേട്ടോ. അതവിടെ പ്രോസസ്സിങ് എന്ന് കാണാം. പക്ഷെ വലിയ കുഴപ്പമില്ല. നമുക്ക് അത്യാവശ്യം ഒരു ബാക്കപ്പ് ഫോണെന്ന് പറയുന്ന നിലയ്ക്ക് നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയ ഒരു ഫോൺ തന്നെയാണ് എന്തായാലും. ഈ വിലയ്ക്ക് കൊള്ളാം. പിന്നെ ഇതിലെടുത്ത കുറച്ച് ഫോട്ടോയും കാര്യങ്ങളൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഒരു ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ മനസ്സിലാവും. ഫ്രണ്ട് ക്യാമറ ഔട്ട്ഡോർ വീഡിയോ കേട്ടോ. വലിയ സെറ്റപ്പും കാര്യങ്ങളൊന്നുമില്ല. നിങ്ങൾക്ക് വോയിസ് കിട്ടുന്നുണ്ടോയെന്ന് നോക്കിക്കോട്ടോ. ഇത് ബാക്ക് ക്യാമറയിലെടുത്ത വീഡിയോ ആണ് കേട്ടോ. അത്യാവശ്യം വലിയ കുഴപ്പമൊന്നുമില്ല. ഈ വിലയ്ക്ക് ഭയങ്കര ഐഫോണിൻ്റെ ഇതൊന്നും പ്രതീക്ഷിക്കണ്ട. എന്നാലും മോശമല്ല എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഓക്കെ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എടുക്കുക. ഫ്ലിപ്കാർട്ടിലുണ്ട്. അപ്പോൾ എല്ലാവർക്കും ബൈ.